എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സിലേക്ക് കേരളത്തിന് അകത്തും അതുപോലെ കേരളത്തിന് പുറത്തും അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന പല വിദ്യാർത്ഥികളും ഉണ്ട്. അപ്പോൾ കർണാടകത്തിൽ പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ KCET എക്സാമിനേഷൻ എഴുതേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പരീക്ഷ ഏകദേശം അടുത്ത ദിവസങ്ങളായിട്ട് നടക്കും. ഓൾറെഡി വിദ്യാർത്ഥികൾ അതിന് അപേക്ഷിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലൊക്കെ ആണെങ്കിൽ നീറ്റിൻ്റെ സ്കോർ അടിസ്ഥാനത്തിലാണ് അവിടെയൊക്കെ അഡ്മിഷൻ നൽകപ്പെടുന്നത്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമാണ് BSc നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടുന്ന കോളേജിന് അംഗീകാരം ഉണ്ടോ എന്നുള്ളത്, എങ്ങനെയാണ് അറിയാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ഓരോ വർഷത്തേക്കും അലോട്ട്മെൻറ്റ് നടപടികൾക്ക് മുന്നോടിയായിട്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഇവരുടെ വെബ്സൈറ്റിൽ ഏതൊക്കെയാണ് അംഗീകാരം ഉള്ള കോളേജുകൾ എന്നുള്ളത് പ്രസിദ്ധീകരിക്കാറുണ്ട്. അപ്പോൾ അംഗീകാരം നൽകുമ്പോൾ, അതായത് ഒരു കോളേജിൽ നിശ്ചിത അധ്യയന വർഷം, ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം അലോട്ട്മെൻറ്റ് നടത്തുന്നതാണെങ്കിൽ 2023-24 അധ്യയന വർഷമാണ്. ഈ വർഷം അലോട്ട്മെൻറ്റ് നടത്തുമ്പോൾ 2024-25 അധ്യയന വർഷമായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ഈ ഒരു വർഷത്തേക്കുള്ള ആ ഒരു കോളേജിലേക്ക് പ്രവേശന നടപടികൾ നടത്തുന്നതിനായിട്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ നൽകുന്ന അനുമതിയാണ് അപ്രൂവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു അപ്രൂവൽ ലഭിക്കാനായിട്ട് അതത് കോളേജിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അതായത് ചെക്ക് ചെയ്യും. അവിടെ നിങ്ങൾക്ക് അതായത് ആ ഒരു വർഷം പഠിക്കാനുള്ള സൗകര്യം ഉണ്ടോ, അതായത് ഫെസിലിറ്റീസ് ഉണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രാക്ടിക്കൽ നൽകുന്നതിനുള്ള സൗകര്യം ആ ഒരു കോളേജ് ഉണ്ടോ, അവർ ഒരുക്കിയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ പരിശോധിച്ച ശേഷമാണ് നിശ്ചിത കോളേജുകൾക്ക്, അതായത് ആ ഒരു സൗകര്യം ഉണ്ട് എങ്കിൽ അംഗീകാരം കൊടുക്കുക. അല്ലാതെ കോളേജുകൾക്ക്, അതായത് പഠിക്കാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത കോളേജുകൾക്കാണെങ്കിൽ അംഗീകാരം നൽകുന്നതല്ല. അംഗീകാരമുള്ള കോളേജുകളിൽ പഠിക്കണമെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, അംഗീകാരം ലഭിക്കാതെ കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ 4 വർഷമാണ് BSc നഴ്സിംഗ് കോഴ്സ്. നിങ്ങൾ ചിലപ്പോൾ കേരളത്തിന് പുറത്താണെങ്കിൽ ലക്ഷങ്ങളൊക്കെ നൽകിയിട്ടാണ് കോഴ്സ് പഠിക്കാനായിട്ട് പഠിക്കുക. അതുപോലെ അതുകൊണ്ട് തന്നെ പിന്നീട് പഠിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനായിട്ടാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള കോളേജുകളിൽ പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള കോളേജുകളുടെ ലിസ്റ്റ് അതത് അധ്യയന വർഷത്തിൽ ഈ ഒരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ .org എന്നുള്ള വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിക്കുക. അവിടെ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഇയർ 2024-25 എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു നഴ്സിംഗ് അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് വെബ്സൈറ്റിൽ ആ ഒരു ഡീറ്റെയിൽസ് പ്രസിദ്ധീകരിക്കും. ഇത് കഴിഞ്ഞ വർഷത്തെ ആ ഒരു നഴ്സിംഗ് കോളേജുകൾ, അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള കോളേജുകളാണ്. അതായത് ANM, അതുപോലെ GNM, അതായത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്നതാണ് GNMൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ കോളേജുകളുടെ ലിസ്റ്റും പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ BSc നഴ്സിംഗ് കോഴ്സിലേക്ക്, അതായത് BSc നഴ്സിംഗ് കോഴ്സ്, MSc നഴ്സിംഗ് കോഴ്സ്, അതുപോലെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ചെയ്യേണ്ട വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്, നിങ്ങൾ GNM ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ബേസിക് നഴ്സിംഗ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെ BSc നഴ്സിംഗിന് ഈക്വലായിട്ട് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് 2 വർഷത്തോളമാണ് ആ ഒരു കോഴ്സിൻ്റെ കാലാവധി വരിക. അതുപോലെ GNM ആണെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. BSc നഴ്സിംഗ് ആണെങ്കിൽ അത് ഡിഗ്രി കോഴ്സാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഇത് 2023 ഡിസംബർ 19 ഈ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരം ഉള്ളതാണോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ അറിയാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനുള്ള ആ ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു PDF നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക്, അതായത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇതേപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന, അതായത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇതിന് മുകളിലായിട്ട് തന്നെ അക്കാദമിക് ഇയർ ഏതാണെന്നുള്ളത് പ്രത്യേകം കൊടുത്തിട്ടുണ്ടാകും. ഇത് കഴിഞ്ഞ വർഷത്തെ അക്കാദമിക് ഇയർ ആണ്, അതായത് 2023-24 ഈ വർഷത്തേതാണെങ്കിൽ ഇത് പ്രസിദ്ധീകരിച്ച ശേഷം, അത് പുതിയത് പ്രസിദ്ധീകരിച്ച ശേഷം 2024-25 എന്ന് പറഞ്ഞുകൊണ്ടാണ് നൽകുക. അതുപോലെ തന്നെ അത് പ്രസിദ്ധീകരിച്ച ആ ഒരു ഡേറ്റ് കൂടി ഇവിടെ നൽകും. അതുപോലെ തന്നെ ആ ഒരു BSc നഴ്സിംഗ് പഠിപ്പിക്കുന്ന ആ ഒരു കോളേജുകളിൽ ഇൻസ്പെക്ഷൻ ചെയ്ത ശേഷം ആണ് ഈ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ ഓരോ കോളേജിലും എത്ര വീതം സീറ്റുകളാണ് ഉള്ളത് എന്നുള്ളതും പ്രത്യേകം ഇതിൽ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു കോളേജ് ഈ വർഷം അഡ്മിഷൻ നടത്താൻ സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് ഇതിൽ നൽകിയിട്ടുണ്ട്. സ്യൂട്ടബിൾ ആണെങ്കിൽ സ്യൂട്ടബിൾ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ കേരളത്തിലെ നിരവധി കോളേജുകളും ഇതിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ആ ഒരു കോളേജിൻ്റെ ടൈപ്പ് പ്രൈവറ്റ് ആണോ അല്ലെങ്കിൽ ഗവൺമെൻറ് ആണോ എന്നുള്ളത് പ്രത്യേകം നിങ്ങൾക്ക് ഇവിടെ
അത് കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ അക്കാദമിക് വർഷവും ഈ ഒരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അവർ അംഗീകാരം നൽകുന്ന കോളേജുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കോളേജ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം, അതായത് അപ്രൂവലുള്ള കോളേജാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടാകുന്ന കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ ധൈര്യപൂർവ്വം അഡ്മിഷൻ എടുക്കാം. അതേസമയം ഈ ഒരു ലിസ്റ്റിൽ ആ ഒരു കോളേജിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല എങ്കിൽ, അതുപോലെ സ്യൂട്ടബിൾ അല്ല എന്നാണ്, നോട്ട് സ്യൂട്ടബിൾ എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന കോളേജുകൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ആ ഒരു കോളേജിന് അപ്രൂവൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ വർഷം അതിന് അപ്രൂവൽ ഉണ്ടോ എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കാൻ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ ഒരു കോളേജിന് കഴിഞ്ഞ വർഷം അപ്രൂവൽ കൊടുത്തിട്ടുണ്ടോ എന്നത് എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു കോളേജ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ ഉള്ളതാണോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിലെ ആ ഒരു നഴ്സിംഗ് കോളേജുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ, അതായത് ഈ ഒരു PDF-ൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ആ ഒരു കാര്യം, ആ ഒരു നഴ്സിംഗ് കോളേജുകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.